ല്ല കാരണം നമ്മൾ സാധാരണക്കാരാണ്. ഈ പാട്ടുണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടതകളുണ്ട്. അതുപോലെ തന്നെ ഒരു പാട്ട് ഇറക്കണമെങ്കിൽ അത്യാവശ്യം ഫണ്ട് വേണം. ഒരുപാട് കൂട്ടുകാരുടെ 2-3 ദിവസത്തെ കഷ്ടതകളാണ് അതിലുള്ളത്. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. ഇപ്പൊ നയൻതാരാണല്ലോ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുമായിരിക്കും. ഇനി പറയാത്തവർക്ക് വേണ്ടി സംഭവം എന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം, ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ. സംഭവം ഇപ്പൊ റീസെന്റ് നയൻതാരന്റെ ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ ലൈഫും മാരേജ് ജേണി ഒക്കെയാണ് അതിലും കാര്യമായിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം നയൻതാരയുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷത്തോളം കഴിഞ്ഞു അല്ലെ. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടായിരുന്നു ആ കല്യാണം നടന്നിരുന്നത്. അതിന് 1-2 ഫോട്ടോസ് പുറത്ത് വന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും നയൻതാരയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ഫുട്ടേജോ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അല്ലെ. മീഡിയാസിനൊന്നും അകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ലായിരുന്നു. അന്ന് ഈ കല്യാണം നടന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചത് അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു അല്ലെ. പക്ഷെ ഇപ്പോഴാണ് എന്തുകൊണ്ടാണ് മീഡിയാസിനൊന്നും അകത്തേക്ക് കയറ്റി വിടാത്തത് എന്നതിനുള്ള ഉത്തരം കിട്ടിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കല്യാണവും അവർക്ക് ബിസിനസ് ആയിരുന്നു. 10-25 കോടിക്കാണ് അവർ നെറ്റ്ഫ്ലിക്സിന് തന്റെ കല്യാണ ഫുട്ടേജ് വിറ്റത്. അപ്പൊ സ്വാഭാവികമായിട്ടും തന്റെ കല്യാണ ഫുട്ടേജ് മുഴുവനായിട്ട് നെറ്റ്ഫ്ലിക്സിന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം എന്നാണ് മനസ്സിലാക്കാൻ. പിന്നെ സെലിബ്രിറ്റീസിനിടയിൽ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ ഈ കല്യാണം വിറ്റ് കാശാക്കുന്ന പരിപാടി ഉള്ളത്. മുമ്പ് കത്രീന കൈഫും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 100 കോടിക്ക് എങ്ങാനുമാണ് പുള്ളിക്കാരെ ആമസോൺ പ്രൈമിന് തന്നെ കല്യാണം വീഡിയോ വിറ്റത്. ഇതൊക്കെ സെലിബ്രിറ്റീസിനിടയിൽ നടക്കുന്ന സംഗതികളാണ്. പിന്നെ അവരെ കല്യാണം എങ്ങനെ നടത്തണം, ഏത് രീതിയിൽ നടത്തണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ ഫുട്ടേജ് ആർക്ക് വിൽക്കണം, എവിടെ വിൽക്കണം എന്നുള്ളതും അവരുടെ ഇഷ്ടമാണ്. പിന്നെ ചില സെലിബ്രിറ്റീസ് അവരുടെ കല്യാണം സോഷ്യൽ മീഡിയയിൽ ഇട്ടും കാശാക്കാറുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം അതൊന്നല്ല. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാണെങ്കിൽ നമുക്കറിയാം നയൻതാരന്റെ ഹസ്ബൻഡിന്റെ പേര് വിഘ്നേഷ് ശിവൻ എന്നുള്ളതാണ്. പുള്ളിക്കാരൻ നയൻതാരയെ നായികയായിട്ട് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റൗഡിത എന്നുള്ളതായിരുന്നു ആ സിനിമന്റെ പേര്. നമ്മുടെ വിജയ് സേതുപതിയൊക്കെ നായകനായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. സിനിമ ആണെങ്കിൽ സൂപ്പർ ഹിറ്റ് അടിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ സെറ്റിൽ വെച്ചിട്ടാണ് വിഘ്നേഷും നയൻതാരയും അടുക്കുന്നതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തുന്നതും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സിനിമ എന്ന് പറയുന്നത് അവരുടെ മാരേജ് ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ശരിക്കും ആ സിനിമ ഉണ്ടായത് കൊണ്ടാണ് വിഘ്നേഷിന് നയൻതാരയും നയൻതാരയ്ക്ക് വിഘ്നേഷിനും കിട്ടിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ മാരേജ് ലൈഫുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി എടുക്കുന്ന സമയത്ത് ആ സിനിമയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തണമല്ലോ. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടി അവർ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ധനുഷിനെ സമീപിച്ചു. പക്ഷെ ധനുഷ് നോ പറഞ്ഞു. കാരണം ഇത് ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്, അത് ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളത് ധനുഷിന് ഇഷ്ടമാണ്. പക്ഷെ ഇവർ ധനുഷിനെ റിജക്റ്റിനെ മറികടന്നുകൊണ്ട് ഇവരെന്താക്കി, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ ഇവർ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സിനിമയുടെ ചില ഭാഗങ്ങൾ ഇവർ വെച്ച് അതോടെ ധനുഷ് എന്താക്കി 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് നയൻതാരക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഇതിന് പ്രകോപിതയായി നയൻതാര എന്താക്കി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് ധനുഷിനോട് ദൈവം ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്നത്. ഞാനിവിടെ ഒരിക്കലും ധനുഷിനെ കുറ്റം പറയില്ല കേട്ടോ. കാരണം നയൻതാരയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കല്യാണം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് ആണ്. പിന്നെ ഒരു ബിസിനസ് ആവുന്ന സമയത്ത് ബന്ധങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രാധാന്യം ഇല്ലല്ലോ. എവിടെയാണ് കൂടുതൽ ലാഭം കിട്ടാന്നല്ലേ നോക്കുള്ളൂ. ധനുഷിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡോക്യുമെന്ററിക്ക് വേണ്ടി തന്റെ സിനിമയിലെ ഫുട്ടേജ് എടുക്കുമ്പോൾ അയാൾക്ക് അതിനൊരു 10 രൂപ കിട്ടണം. അങ്ങനെ അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ബിസിനസ് മൈൻഡ് സെറ്റ് ആണ്. അതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നയൻതാരയ്ക്ക് കല്യാണം ബിസിനസ് ആക്കാമെങ്കിൽ തന്റെ സിനിമയുടെ ഫുട്ടേജ് ധനുഷിനും ബിസിനസ് ആക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമേഴ്സ് ഇപ്പൊ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ മുമ്പ് എന്തോ അവാർഡ് വേദിയിൽ വെച്ച് ധനുഷിനെ അപമാനിക്കുന്ന രീതിയിൽ നയൻതാര സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ധനുഷ് പക വീട്ടിയതാണ് എന്നുള്ളതാണ്. മറ്റൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് ധനുഷും നയൻതാരും തമ്മിൽ കളിച്ചൊരു കളിയാണ്. എന്തായാലും ഡോക്യുമെന്ററി ഒക്കെ റിലീസ് ആവാൻ പോവാണല്ലോ. അപ്പൊ ഈ സമയത്ത് ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ ഈ ഡോക്യുമെന്ററിക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുമല്ലോ. അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് ഈ ഡോക്യുമെന്ററി റീച്ച് ആവുകയും ചെയ്യും. അതിനുവേണ്ടി രണ്ടാളും കളിച്ച നാടകമാണ് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇപ്പൊ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് സപ്പോർട്ട് കിട്ടുന്നത് ധനുഷിന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം അതൊന്നല്ല. കാരണം ഇത് ഓൾറെഡി എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ വിഷയം സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമുക്കറിയാം നയൻതാരയ്ക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്, ഫെമിനൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. മെയിനായിട്ട് ഈ സോപ്പും നാപ്കിനൊക്കെയാണ് അതിന് വിൽക്കുന്നത്. അപ്പൊ അതിലൊരു നാപ്കിന്റെ പരസ്യം ഏകദേശം 8-9 മാസങ്ങൾക്ക് മുമ്പ് നയൻതാര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരസ്യം ഇപ്പൊ വൻ വിവാദമായി മാറിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ആ പരസ്യം ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ, ഇതാണ് പരസ്യം. ഉപയോഗിച്ച പാട്ട് ഏതാണെന്ന് മനസ്സിലായല്ലോ. റീസെന്റ് ഏറ്റവും ട്രെൻഡിങ് ആയി മാറിയ നമ്മുടെ കരിങ്കാളിയല്ലേ എന്നുള്ള സോങ് ആണ്. നമുക്കറിയാം ഈ സോങ് ഇറങ്ങിയ പാടെ ഒന്ന് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും വൈറൽ ആയപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ ആവേശത്തിൽ ഫാസ്റ്റ് എടുത്ത് ചെയ്തപ്പോഴാണ്. അങ്ങനെ ഹിറ്റ് ആയതിനു ശേഷം ഇറങ്ങിയ ഒരു ആടാണിത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന് മാത്രം പേര് എന്താ പ്രശ്നം കിടക്കണെന്ന്. പ്രശ്നമുണ്ട്. ഈ സാനിറ്ററി നാപ്കിന്റെ പരസ്യത്തിന് വേണ്ടി നയൻതാര ഈ സോങ് ഉപയോഗിച്ചതിനെതിരെ ഈ സോങ്ങിന്റെ പ്രൊഡ്യൂസർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ വോയിസ് ഇപ്പൊ പുറത്തായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടോക്കാം. ഈ പാട്ട് നമ്മൾ ഓൾറെഡി ആവേശം മൂവിലേക്ക് ഒരു 8 സെക്കൻഡ് നമ്മൾ യൂസ് ചെയ്യാൻ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് കേട്ടോ. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ചെയ്ത് നാട്ടിൽ പോയിട്ട്, ഞാൻ നാട്ടിലല്ല പുറത്താണ്, അപ്പോൾ നാട്ടിൽ നിന്ന് പോയിട്ട് അവർ വക്കീലൊക്കെ പ്രകാരം
ഒരു 18 പേജോളം എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ആ പാട്ട് സിനിമയിൽ വന്നത്. അൻവർ റഷീദ് എന്നെ നിരന്തരം വിളിച്ചിരുന്നുണ്ടാണ്, ഇവിടേക്ക് വിളിച്ചിരുന്ന ആള് ഏകദേശം ഒരു 10-15 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഈ ആവേശം സിനിമയിലേക്ക് കരിങ്കാളിയിലെ എന്ന് സോങ് എടുക്കാൻ വേണ്ടിയിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകനായിട്ടുള്ള അൻവർ റഷീദ് പുള്ളിക്കാരൻ ഒരുപാട് വട്ടം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൺടാക്ട് ചെയ്ത് അനുമതി വാങ്ങിയിട്ടാണ് ആ സിനിമയിൽ ആ സോങ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത്. അല്ലെ, ശരിക്കും പുറത്തു നിന്നുള്ള ആൽബംസോ സോങ്സോ ഒരു സിനിമയിലേക്ക് എടുക്കുന്ന സമയത്ത് അനുവാദം എഴുതി മേടിക്കണം എന്നുള്ള ഒരു നിയമം ഇവിടെ നിലവിലുണ്ട്. അങ്ങനെ അനുവാദം എഴുതി മേടിക്കുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന തുകയും കൊടുക്കേണ്ടി വരും. ചിലർ തുച്ഛമായിട്ടുള്ള തുക ആയിരിക്കും ആവശ്യപ്പെടുക, ചിലർ വലിയ എമൗണ്ട് ആവശ്യപ്പെടും. ഇപ്പൊ റീസെന്റ് ഇതിനു മുമ്പ് നമ്മുടെ മഞ്ഞുമ്പൽ ബോയ്സിൽ ഒരു തമിഴ് സോങ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കൺമണി അൻപോട് എന്നുള്ള സോങ്. അതവർ ആ മ്യൂസിക് കമ്പനിക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ആ സിനിമയിലേക്ക് എടുത്തിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും ആ സിനിമയുടെ കമ്പോസർ ആയിട്ടുള്ള ഇളയരാജ തനിക്ക് പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അല്ലേ, അത് പിന്നീട് കേസാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്നുള്ള അറിയില്ല, അവർ തന്നെ ഇരുന്ന് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിന്റെ അടിസ്ഥാനത്തിൽ വൃത്തിയിലും വെടുപ്പിലാണ് ആവശ്യക്കാർ ആ സോങ് ആ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഈ പാട്ട് ട്രെൻഡിങ് ആയപ്പോൾ എന്ത് സംഭവിച്ചെന്നുള്ളത് ഇവര് പറയുന്നുണ്ട്. അന്ന് കേട്ടോക്കാം. ആണ് നമ്മുടെ ശ്രദ്ധയിലൊരു സംഭവം കണ്ടത്. നയൻതാര ഇങ്ങനെ അവരുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ്, ഫെമിന എന്നൊരു പ്രൊഡക്റ്റ് അവർ ഈ പാട്ട് വെച്ചിട്ട് അവർ പ്രൊമോഷൻ ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടില്ല, നമ്മുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. അവരുടെ ഇഷ്ടപ്രകാരം അവരെടുത്ത് അങ്ങോട്ട് ചെയ്തു. ഇന്ത്യയിൽ ഒരു നിയമമൊക്കെ ഉണ്ടല്ലോ, കോപ്പി റൈറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളെല്ലാ നിയമത്തിനും ഫോളോ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയ്ക്കും. അപ്പോൾ ഇവർ ഈ ഒരു പാട്ട് ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ള ധാരണയിലായിരിക്കും ചിലപ്പോൾ എടുത്തിട്ടത്. ട്രെൻഡായിട്ട് നമ്മുടെ അടുത്ത് അനുവാദം ഒരാളും ചോദിച്ചില്ല. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏതിലും മുഖേനയും അവർക്ക് നമ്മളെ ബന്ധപ്പെടാം. തന്നെയല്ല, യൂട്യൂബിൽ എല്ലാവരുടെ നമ്പറും കാര്യങ്ങളും വാട്സപ്പ് നമ്പറും എല്ലാം മെയിൽ ഐ ഡിയും എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ അടുത്ത് അനുവാദം ചോദിക്കാതെ അവർ എടുത്തിട്ടപ്പോഴാണ് നമ്മൾ കേസുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധാരണ ആൾക്കാരുണ്ടാക്കുന്ന ഒരു സോങ് വലിയ കോർപ്പറേറ്റുകൾ വന്ന് സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനോവിഷമം. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. നാളെ ഇതിനെ തുടർന്ന് നാളെ ഇതുപോലൊരു ഹിറ്റുകളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ആരും ഒന്ന് ഭയക്കണം എന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ കേസുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഓൾറെഡി 2 കമ്പനികൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു, ഇന്ത്യയിലെ തന്നെ 2. അത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തു. ആ 2 കമ്പനികൾ, ഒന്ന് ബ്രിട്ടാനിയും ഒന്ന് HDFC ബാങ്കിൻ്റെയാണ്. അവർ അവരുടെ എന്തോ 2 സംഭവങ്ങൾ വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. നമ്മുടെ അടുത്ത് അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്, അല്ലാതെ ഈ വലിയ കമ്പനികളല്ല. അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ നമുക്ക് ഓൾറെഡി വാട്സപ്പുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം അവർ മെയിൽ ത്രൂണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവർക്ക് കൊട്ടേഷൻ അയച്ചു കൊടുത്തു. നമ്മുടെ ലെറ്റർ പേഡിൽ ഇത്ര സെക്കൻഡിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊട്ടേഷൻ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ അഗ്രി ആയി. അതിനുശേഷമാണ് ഈ ഒരു സംഭവം വരുന്നതും പിന്നെ അവർ ഓൾറെഡി അത് ക്യാൻസൽ ചെയ്യാനുണ്ടായത്. ആ പാട്ട് അവർക്ക് ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? അതായത് ആവശ്യത്തിൽ ഈ സോങ് വൈറലായതോടെ പാട്ട് ട്രെൻഡിങ് ആയി മാറി. അതിനുശേഷം ഒരുപാട് കമ്പനിക്കാർ ഇവരെ സമീപിച്ചു, ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി നിങ്ങളുടെ സോങ് തരുമെന്നും പറഞ്ഞുകൊണ്ട്. അവർ അതിന് ക്യാഷ് ഒക്കെ ഈടാക്കി എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുമ്പോഴാണ് ഫെമി 19 പരസ്യം ഇറങ്ങുന്നത്, അതും ഫ്രീ ആയിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കരാർ ഉറപ്പിച്ച് വെച്ച കമ്പനിക്കാർ എന്ത് വിചാരിച്ച്, ഒരു പരസ്യം ഫ്രീ ആയിട്ട് ഇറങ്ങിയല്ലോ, ഇപ്പൊ നമ്മളായിട്ട് എന്തിനാ ക്യാഷ് കൊടുക്കണമെന്ന്. അങ്ങനെ പല കമ്പനികളും കരാർ ഒഴിവാക്കി പോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് നയൻതാരന്റെ ഈ പരസ്യം കാരണമായിട്ട് ഇവർക്ക് ഒരുപാട് കിട്ടേണ്ട ക്യാഷ് ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ നയൻതാരക്കെതിരെ കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ കോടതിയെ സമീപിച്ച് ഇവർ ഓർഡർ വാങ്ങിച്ചെടുത്ത്. എന്താണ് ഓർഡർ? ഫെമി 9 പരസ്യത്തിൽ നിന്നും നയൻതാര സോങ് നീക്കം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ എന്നിട്ടും നയൻതാര സോങ് നീക്കം ചെയ്തിട്ടില്ല. ഇപ്പോഴും നയൻതാരന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ പാട്ട് കിടപ്പുണ്ട്, ആ പ്രൊമോഷൻ കിടപ്പുണ്ട്. അതായത് കോർട്ട് ഓർഡർ വന്നിട്ടും ഒരു കുലുക്കില്ല എന്നർത്ഥം. എന്തായാലും ഞാനിതൊക്കെ പറയുമ്പോഴും എന്റെ വീഡിയോ കാണുന്ന പലർക്കും പല സംശയങ്ങളും ഉണ്ടായേക്കാം. ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ ഒരുപാട് ആളുകൾ ഈ പാട്ടെടുത്ത് റീൽ ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ പ്രശ്നം വരില്ല എന്ന്. ഒരിക്കലില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് പല സോങ്ങുകളും ഉപയോഗിക്കാം, അതിൽ യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ നേരെ തിരിച്ച് ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഒരു സിനിമയിലോ, അതൊക്കെ ബിസിനസ് ആണല്ലോ. ഏത് തരം ബിസിനസ് ആണെങ്കിലും ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതേമാതിരി സോങ്ങുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ കോപ്പറേറ്റ് ഓണർ ആരാണോ അവരുടെ അടുത്ത് നിന്നും ഒരു മുദ്രപത്രത്തിൽ എഴുതി മേടിക്കണം. അവർക്ക് ഇങ്ങനെ ഒരു സോങ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ റീൽ ചെയ്ത ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. എന്തായാലും ഈ പ്രശ്നം കുത്തിപ്പൊങ്ങിയതോടെ നയൻതാര വീണ്ടും വൈറലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് പിന്നെ സോഷ്യൽ മീഡിയയുടെ രീതി എങ്ങനെയാണല്ലോ, ഇതൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പോഴാണ് കുത്തിപ്പൊങ്ങുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതി, പിന്നെ പഴയതൊക്കെ എങ്ങനെ കുത്തിപ്പൊങ്ങിക്കൊണ്ടേയിരിക്കും. എന്ത് പറയാനാണല്ലേ? എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.